ഉം അമ്മയ്ക്ക് വേണ്ടി. നന്ദിനിയുടെ ചുണ്ടിൽ പുച്ഛം വിരിഞ്ഞു. മതി നന്ദിനി, നിർത്ത്. അവൻ പറഞ്ഞുവല്ലോ, ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് നിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു നാടകം കളിച്ചതെന്ന്. ഏട്ടനും അവന്റെ ഭാഗം പറയുന്നോ? മാധവനും കൂടി ഹർഷന്റെ ഭാഗം പറഞ്ഞതും നന്ദിനിക്ക് ദേഷ്യം കൂടി വന്നു. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല നന്ദിനി, നിന്റെ സന്തോഷത്തിന് വേണ്ടി. ഏട്ടാ നിർത്ത്. മാധവൻ പറയാൻ തുടങ്ങിയതും നന്ദിനി കൈ ഉയർത്തി തടഞ്ഞു. ആരും ന്യായീകരിക്കേണ്ട. തെറ്റത് എൻ്റെ തന്നെയാണ്. എന്തായാലും ഇത്രത്തോളം ആയില്ലേ? ഡിവോഴ്സും കിട്ടി. നാളെ തന്നെ ആ കുട്ടിയെ ഇവിടുന്ന് പറഞ്ഞയക്കണം. ഇനി അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ മോൻ ഇങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും കാട്ടരുത്. പറഞ്ഞു കഴിയുമ്പോൾ ഹർഷനെ നോക്കി പരിഹസിക്കാനും നന്ദിനി മറന്നില്ല. എന്നാൽ ഹർഷന്റെ നെഞ്ചിൽ വലിയൊരു കല്ല് വെച്ചതുപോലെയായിരുന്നു നന്ദിനിയുടെ തീരുമാനം. നാളെ അഭിയെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന്. എന്നേക്കുമായി അവൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണോ? താൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ അവളെ പറഞ്ഞയക്കണമെന്ന് പറയുമ്പോൾ തൻ്റെ മനസ്സ് ഇങ്ങനെ വേദനിക്കുന്നത് എന്തിനാ? ഒരേ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്ന് അലയടിച്ചു. ഒന്നിനും ഉത്തരമില്ലാത്ത കുറേയേറെ ചോദ്യങ്ങൾ. അതാണ് നല്ലത്. നന്ദിനി പറഞ്ഞതുപോലെ എല്ലാം കഴിഞ്ഞുവല്ലോ. ആ കുട്ടിയെ നാളെ തന്നെ പറഞ്ഞു വിട്ടേക്ക്. മാധവനും നന്ദിനി പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞതും ഹർഷൻ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ മാധവനെ നോക്കി. എന്നാൽ അവൻ്റെ കണ്ണുകളിൽ കാണുന്ന വേദന മാധവൻ വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അത് അഭിയെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നതിനാണെന്ന് മാത്രം മാധവന് മനസ്സിലായില്ല. അല്ലെങ്കിലും അങ്ങനെ തോന്നാൻ ഇതുവരെ ഹർഷൻ അഭിയോട് ഒന്ന് സ്നേഹത്തിൽ പെരുമാറുന്നത് ആരും കണ്ടിട്ടില്ലല്ലോ. അഥവാ അവളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്ന് അവളെ വാക്കുകൾ കൊണ്ട് ഹർഷൻ മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരവും വേണ്ട. നാളെ അഭിനയ ഇവിടെ ഉണ്ടാകരുത്. ശക്തമായ വാക്കുകളോടെ നന്ദിനി പറഞ്ഞുകൊണ്ട് ഹർഷനെയും മറ്റുള്ളവരെയും ഒരിക്കൽ കൂടി നോക്കി അവിടെ നിന്ന് അവൾ റൂമിലേക്ക് നടന്നു നീങ്ങി. അപ്പോഴും ആ അമ്മ മനസ്സ് പിടയ്ക്കുന്നുണ്ടായിരുന്നു. മകൻ അഭിയോട് താല്പര്യം കാട്ടിയില്ലെങ്കിലും നന്ദിനിക്ക് അഭിയെ വളരെയേറെ ഇഷ്ടമായിരുന്നു. മകന്റെ ഭാര്യയായിട്ടല്ല, സ്വന്തം മകളായിട്ടാണ് നന്ദിനി അവളെ കണ്ടിരുന്നത്. ഇനിയും ഒരു നാടകക്കാരിയായി ഇവിടെ ആ കുട്ടി നിൽക്കുന്നത് നന്ദിനിക്ക് തീരെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന തീരുമാനം നന്ദിനി എടുത്തതും. റൂമിലേക്ക് പോകുന്നതിനിടെ നന്ദിനിയുടെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളി നിലത്തേക്ക് പതിക്കുന്നുണ്ട്. ഹർഷന്റെ മുന്നിൽ നിന്ന് കരയില്ലെന്ന ശബ്ദം നന്ദിനിക്കുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ മഴയായി പുറത്തേക്ക് പെയ്യുന്നത്. അഭി നാളെ പോകുമെന്ന് ഓർക്കുമ്പോൾ നന്ദിനിയുടെ മനസ്സും പിടയുന്നുണ്ട്. പക്ഷേ അതാണ് നല്ലതെന്നും നന്ദിനി ചിന്തിക്കാതിരുന്നില്ല. എല്ലാം നന്ദിനി അറിഞ്ഞിരിക്കുന്നു. ഇനി ആ കുട്ടിയെ ഇവിടെ നിർത്തേണ്ട. നാളെ രാവിലെ കാര്യങ്ങൾ പറഞ്ഞ് ആ കുട്ടിയെ ഇവിടുന്ന് പറഞ്ഞയക്കണം. അല്ല, ആ കുട്ടിയുടെ നാടെവിടെ എന്നാ പറഞ്ഞത്? നന്ദിനി പോയി കഴിഞ്ഞതും മാധവൻ ഹർഷന്റെ അടുത്ത് ചെന്ന് ഓരോന്ന് പറയുന്നതിനിടെ പെട്ടെന്ന് അഭിയെക്കുറിച്ച് മറ്റുള്ള വിവരങ്ങളൊന്നും അറിയില്ലെന്ന് ഓർത്തതും മാധവൻ ചോദിച്ചു. തൃശൂർ. ഇടറിയ ശബ്ദത്തോടെ ഹർഷൻ പറഞ്ഞതും മാധവൻ ഒന്ന് മൂളി. ആ കുട്ടിക്ക് ബാക്കി എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു വിട്ടേക്കണം. മാധവൻ അതും കൂടി ഹർഷനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് നീങ്ങി. മാധവൻ പോയിക്കഴിഞ്ഞതും മീനാക്ഷിയും രാജേന്ദ്രനും പരസ്പരം നോക്കി ഹർഷന്റെ അടുത്തേക്ക് വന്നു. ഇങ്ങനെ ആയതിൽ സമാധാനിക്ക്. എന്തായാലും കാര്യങ്ങളൊക്കെ നന്ദിനി അറിഞ്ഞുവല്ലോ. നിനക്കും താല്പര്യമില്ലല്ലോ അഭി ഇവിടെ നിൽക്കുന്നതിൽ. ഇനി കൂടിപ്പോയാൽ ഒരാഴ്ച, അത്രേയുള്ളൂ നിങ്ങൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് തീരാൻ. അതുവരെ കാത്തു നിൽക്കേണ്ട. നാളെ ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടോളൂ. രാജേന്ദ്രനും ഹർഷന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ് അവിടെ നിന്ന് നീങ്ങിയതും മീനാക്ഷിയും അവനെ ഒന്ന് നോക്കിക്കൊണ്ട് രാജേന്ദ്രന്റെ പിറകെ നടന്നു. എല്ലാവരും പോയിക്കഴിഞ്ഞത് മനസ്സിൽ കടന്നുകൂടിയ വലിയൊരു ഭാരത്തോടെ അവൻ തൊട്ടടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു. ഇപ്പോഴും അവന്റെ മനസ്സ് പിടയ്ക്കുകയാണ്. ഇന്നൊരു ദിവസം മാത്രം അഭിനയ തന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതുവരെ അവളോട് ഒന്ന് സ്നേഹത്തിൽ സംസാരിച്ചിട്ടില്ല. ഒന്ന് നേരെ നോക്കിയിട്ട് പോലുമില്ല. രോഹിത്തിന്റെ വാക്കുകൾ കേട്ട് അവളെ വാക്കുകൾ കൊണ്ട് ഉപദ്രവിച്ചതേയുള്ളൂ. ഇടയ്ക്ക് ദേഹോപദ്രവവും ചെയ്തു. തന്റെ മനസ്സിൽ അവൾക്ക് എന്തെങ്കിലും സ്ഥാനം കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തിനാ അവൾ പോകുന്നത് ഓർക്കുമ്പോൾ താൻ ഇങ്ങനെ പിടയുന്നത്? വീണ്ടും വീണ്ടും അവന്റെ മനസ്സിലേക്ക് ചോദ്യങ്ങൾ ആവർത്തിച്ചു. അതിനെന്നോണം അവന്റെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു. അഭിയെ ഒന്ന് നേരിൽ കാണണമെന്ന ആഗ്രഹം അവനിൽ അതിയായി ഉദിച്ചു. പുറത്തേക്ക് അവന്റെ കണ്ണുകൾ പോയതും പുറത്ത് ഇരുട്ട് മൂടിയത് അവൻ അറിഞ്ഞതും നേരം ഇത്രയും വൈകിയോ? കയ്യിലെ ഫോണെടുത്ത് സമയം നോക്കിയതും കണ്ടു 8 മണി കഴിഞ്ഞിരിക്കുന്നു. ക്ഷേത്രത്തിൽ നാടകം തുടങ്ങാനുള്ള സമയം. പിന്നെ ഒന്നും നോക്കിയില്ല. ഹർഷൻ ഫോണെടുത്ത് പോക്കറ്റിലേക്ക് വെച്ച് ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴും അവന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു, അഭിനയ തനിക്കുള്ളതാണെന്ന്. ഏട്ടാ, പോപ്കോൺ വാങ്ങി തരുമോ? നാടകം തുടങ്ങാറാവുന്നതേ ഉള്ളൂ. വയലിൽ എല്ലാവരും നിരന്നിരിപ്പുണ്ട്. കസേര ഒന്നുമില്ലാതെ ആ പൂഴിമണ്ണിലിരുന്ന് നാടകം കാണാൻ ഒരു പ്രത്യേക അരങ്ങാണ്. വയല് മുഴുവൻ ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്.
ജനം തിങ്ങിക്കൂടുന്നത് കൊണ്ട് നാടകം തുടങ്ങുന്നതിന് മുമ്പേ അർജുൻ 3 പെൺകുട്ടികളെയും കൂട്ടി മുൻവശത്തായി തന്നെ സ്ഥാനം പിടിച്ചിരുന്നു. അവിടുന്ന് കിട്ടിയ പേപ്പർ നിലത്ത് വിരിച്ചാണ് എല്ലാവരുടെയും ഇരിപ്പ്. ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഫോണിലാണെങ്കിൽ റേഞ്ചും കിട്ടുന്നില്ല. അല്ലെങ്കിലും ഈ ജനക്കൂട്ടങ്ങൾക്കിടയിൽ എവിടെ റേഞ്ച് കിട്ടാൻ? മുഷിപ്പ് തുടങ്ങിയതും പൂജയാണ് അർജുനോട് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങി വരാൻ പറഞ്ഞത്. വേണോ? ഇപ്പോൾ നാടകം തുടങ്ങും. സ്റ്റേജിലേക്ക് നോട്ടം വായിച്ചുകൊണ്ട് അർജുൻ ചോദിച്ചു. വേണ ഏട്ടാ, എത്ര നേരമെന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി വാങ്ങി വരാം. പറയുന്നതിനോടൊപ്പം പൂജ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അർജുൻ അവളെ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി. നീ പോവണ്ട, ഞാൻ പോയി വാങ്ങി വരാം. ദേ ഒരു കാര്യം, ഇവിടുന്ന് 3ഉം അനങ്ങിപ്പോകരുത്. എവിടേക്കെങ്കിലും പോയാൽ ഫോൺ ചെയ്താൽ പോലും കിട്ടാത്ത ഏരിയയാണ്. 3നോടും പറഞ്ഞുകൊണ്ട് അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. പിറകിൽ മുണ്ടിൽ തട്ടിയിരിക്കുന്ന പൊടിയൊക്കെ തട്ടിക്കളഞ്ഞു. ദേ, ഞാൻ വരുന്നത് വരെ 3ഉം ഇവിടുന്ന് അനങ്ങരുത്. ഒരിക്കൽ കൂടി അവൻ കൈ ചൂണ്ടിക്കൊണ്ട് 3നോടും ആവർത്തിച്ചു അർജുൻ. 3ആളും ഒപ്പം തലയാട്ടി. അർജുൻ 3നെയും ഒന്ന് നോക്കിക്കൊണ്ട് ചുറ്റും നോക്കി. പരിചയമുള്ള ആരെയും കാണുന്നില്ല. അവനെന്തോ ഇവിടെ 3ആളെയും തനിച്ചാക്കി സാധനം വാങ്ങിച്ചു വരാൻ വല്ലായ്മ തോന്നുന്നു. ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് സ്റ്റേജും പരിസരവും. ഫുഡ് ഐറ്റംസ് ഒക്കെയും ക്ഷേത്രത്തിന്റെ പിറകിലാണ് ഉള്ളത്. ചുറ്റും പരിചയമുള്ള ആരെയും അവൻ കണ്ടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ 3നെയും ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാനാണ് അവന്റെ ഉദ്ദേശം. ഏട്ടാ, പോയി വാ. ഇപ്പോഴും അതേ നിൽപ്പ് തുടരുന്നവനെ പൂജ വിളിച്ചു. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് നീങ്ങി. അപ്പോഴേക്കും എല്ലാവരും ഇരുന്നു തിങ്ങി നിറഞ്ഞിരുന്നു പാട. എല്ലാവരുടെയും ഇടയ്ക്കൂടെ അവൻ പതിയെ നീങ്ങി. ഏട്ടാ. കുറച്ചു മുന്നോട്ട് അർജുൻ നീങ്ങിയതും പൂജ ഉറക്കെ അർജുനെ വിളിച്ചു. പൂജയുടെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. തണുത്ത വെള്ളം കിട്ടുമെങ്കിൽ വാങ്ങിക്കണേ, പൂജ ഉറക്കെ പറഞ്ഞതും അവൻ തലയാട്ടി മുന്നോട്ട് നടന്നു. എന്തിനാടി തിരക്കിൽ ഏട്ടനെ പറഞ്ഞയച്ചത്? അർജുൻ ഈ തിരക്കിൽ പോപ്കോൺ വാങ്ങിക്കാൻ പോയത് അനുവിന് തീരെ പിടിച്ചില്ല. ഹോ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് വേണം. ദേ, വെളുപ്പിന് 4 മണി കഴിയും വീട്ടിലേക്ക് പോവാൻ. കിട്ടുന്നത് വാങ്ങിച്ചു തിന്ന് ഇവിടെ ഇരുന്നോ. പൂജ കെറുകോട പറഞ്ഞതും അനു പിന്നെ ഒന്നും മിണ്ടിയില്ല. പൂജ പറഞ്ഞതിലും കാര്യമുണ്ട്. എത്ര നേരമെന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കുക? ദാഹിച്ചിട്ടാണെങ്കിൽ തൊണ്ട വരളുന്നുമുണ്ട്. എന്തായാലും പൂജ തണുത്ത വെള്ളത്തിനും കൂടി പറഞ്ഞത് നന്നായെന്ന് ആ നിമിഷം അനു ഓർത്തു. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. 8 മണിക്കാണ് നാടകമെന്ന് പറഞ്ഞിട്ട് 9 മണിയായിട്ടും നാടകം തുടങ്ങിയില്ല. വെള്ളവും പോപ്കോണും വാങ്ങിക്കാൻ പോയ അർജുനെയും കാണുന്നില്ല. അർജുൻ പോയ ഭാഗത്തേക്കും സ്റ്റേജിലേക്കും നോട്ടം മാറ്റിക്കൊണ്ട് 3 പേരും അങ്ങനെ തന്നെ ഇരുന്നു. പെട്ടെന്നാണ് അഭിയുടെ കണ്ണുകളിൽ ഹർഷനെ പോലെ ഒരു രൂപം അവിടെ കണ്ടത്. ഹർഷനാണോ എന്ന് പോലും അവൾക്ക് നിശ്ചയമില്ല. അവനെ കണ്ട ഭാഗത്തേക്ക് അവൾ നോക്കിക്കൊണ്ടേയിരുന്നു. ഇല്ല, അവിടെ ഒന്നും കാണുന്നില്ല. പക്ഷേ ഹർഷനെയാണ് താൻ കണ്ടത് എന്ന് അവൾക്ക് തോന്നി. എന്താ അഭി, അവിടെ എന്താ? ഇപ്പോഴും ഹർഷനെ കണ്ട ഭാഗത്തേക്ക് തന്നെ അഭി നോക്കുന്നത് കണ്ടതും അനു അഭിയെ തൊട്ടു വിളിച്ചുകൊണ്ട് ചോദിച്ചു. അനു, അവിടെ അച്ചുവേട്ടനെ പോലെ ഒരാൾ. അഭി കൈ ചൂണ്ടിക്കൊണ്ട് ഹർഷനെ കണ്ട ഭാഗത്തേക്ക് നോക്കി പറഞ്ഞു. ഹർഷേട്ടനോ? ഏയ്, നിനക്ക് തോന്നിയതാകും. അല്ല അനു, ഞാൻ കണ്ടതാ. വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ അഭിയുടെ നോട്ടം. എന്താടി, ആരെയാ നിങ്ങൾ നോക്കുന്നത്? അനുവിൻ്റെയും അഭിയുടെയും നോട്ടം എതിർവശത്തേക്കാണെന്ന് മനസ്സിലായതും എന്താ കാര്യമെന്നറിയാൻ പൂജ ചോദിച്ചു. അത് അഭി ഹർഷേട്ടനെ അവിടെ കണ്ടെന്ന് അനു പറഞ്ഞതും പൂജയും ആ വശത്തേക്ക് നോക്കി. എന്നാൽ ഹർഷനെ മാത്രം അവിടെ കണ്ടില്ല. അവിടെ ഇപ്പോൾ യുവാക്കൾ തിങ്ങി നിറഞ്ഞിരിപ്പുണ്ട്. ഹർഷേട്ടൻ ഉണ്ടെങ്കിൽ തന്നെ ആ കൂട്ടത്തിൽ വെച്ച് എങ്ങനെ കണ്ടെത്താനാ? ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് പൂജ പറഞ്ഞതും അനുവും അത് ശരിവെക്കുകയായിരുന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ, ചിലപ്പോൾ അച്ചുവേട്ടനാണെങ്കിലോ? അച്ചുവേട്ടനാണെങ്കിൽ ഞാനിവിടെ കൂട്ടി വരാം. പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേക്കാൻ നോക്കിയതും അനു അഭിയുടെ കയ്യിൽ പിടിച്ചു വെച്ചു. നീ എവിടേക്കാ അഭി? അത് ഹർഷേട്ടനാണെങ്കിൽ തന്നെ നീ പോയാൽ നിനക്ക് വഴക്ക് കിട്ടും. വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട. ദേ, അജിയേട്ടൻ നീ ഇവിടുന്ന് എഴുന്നേറ്റ് പോയെന്നറിഞ്ഞാൽ വെറുതെ. വേണ്ട അഭി. ഇപ്പോഴും അനുവിൻ്റെ പിടുത്തം അഭിയുടെ കൈകളിൽ തന്നെ ഉണ്ട്. ഈ തിരക്കിനിടയിൽ പോകുന്നതിനോട് അനുവിന് തീരെ താല്പര്യമില്ല. അവൾ പോയി വരട്ടെ, ചിലപ്പോൾ ഹർഷേട്ടനാണെങ്കിലോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് 3 പേർക്കും പോയി നോക്കിയാലോ? പൂജ പറഞ്ഞതും അപ്പോൾ തന്നെ അനു അവളെ നോക്കി പേടിപ്പിച്ചു. വേണ്ട, അച്ചുവേട്ടൻ വന്നാൽ തിരക്കും. ഞാൻ ദാ അവിടം വരെ പോകൂ. അച്ചുവേട്ടനെ കണ്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാം. അനു പ്ലീസ് ഡേ. അനുവിനോട് അഭി കെഞ്ചിയതും അനു സമ്മതം മൂളി. പൂജ അപ്പോൾ തന്നെ അഭിയോട് പോയി ഹർഷേട്ടനെ കൂട്ടിവരാനും പറഞ്ഞു. പിന്നെ ഒട്ടും വൈകിച്ചിട്ടില്ല. 2 പേരെയും നോക്കി അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ധാവണിയും അല്പം ഉയർത്തിക്കൊണ്ട്
ഇരുന്നവരുടെ ഇടയിലൂടെ നടന്നു. ഇവൾക്കെന്താ ഇപ്പോൾ ഹർഷേട്ടനൊരു സ്നേഹം? പതിയെ നീങ്ങുന്നവളെയും നോക്കിക്കൊണ്ട് അനു പൂജയോട് ചോദിച്ചു. കോൺട്രാക്റ്റ് ആണെങ്കിലും അവൾ ഹർഷേട്ടന്റെ വൈഫല്ലേ? ചെറുപുഞ്ചിരിയോടെ പൂജ പറഞ്ഞതും അതിലെ അർത്ഥം അനുവിന് മനസ്സിലായില്ല. പൂജയെ ഒന്ന് നോക്കിക്കൊണ്ട് അഭിയിലേക്ക് നോട്ടം തിരിഞ്ഞതും നേരത്തെ കണ്ട ഭാഗത്ത് അഭിയെ അനുവിന് കാണാൻ കഴിഞ്ഞില്ല. അഭി പോയ വശത്തേക്ക് അനു വീണ്ടും നോക്കി. ഇല്ല, അവിടെ ഒന്നും അഭിയുടെ നിഴൽ പോലും കാണുന്നില്ല. അനുവിന് ഭയമേറി വന്നു. അവൾ അഭി പോയ വശത്തേക്കും എതിർവശത്തേക്കും ഒക്കെ കണ്ണുകൾ പായിച്ചു. പക്ഷേ അവിടെയൊന്നും അഭിയെ കാണാൻ അനുവിന് കഴിഞ്ഞില്ല. പൂജയെ, അഭിയെ കാണുന്നില്ലല്ലോ. വെപ്രാളത്തോടെ തൊട്ടരികിലിരിക്കുന്ന പൂജയുടെ കൈകളിലേക്ക് അനു പിടിച്ചു. നീ എന്തിനാ എത്ര ടെൻഷൻ ആവുന്നത്? അവൾ ചിലപ്പോൾ ആ കൂട്ടത്തിലേക്ക് പോയി കാണും. അനുവിനോട് പറഞ്ഞുകൊണ്ട് പൂജയും ആ ഭാഗത്തേക്ക് നോക്കി. എനിക്കെന്തോ പേടിയാകുന്നു. വാ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? അനുവിന്റെ ടെൻഷൻ കൂടി വരികയായി. അഭിയെ കാണാത്തതിൽ പുറമെ ജനങ്ങൾ തിങ്ങി നിറയുന്ന കാഴ്ചയും അവളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. അജുവേട്ടൻ പറഞ്ഞപ്പോൾ അവൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് പോയാൽ അജുവേട്ടൻ വന്നാൽ തിരക്കില്ലേ? അവൾ വരും. പൂജ പറയുന്നതിനോടൊപ്പം വീണ്ടും ചുറ്റും നോക്കി. ദേ ഡി ദേ ഡീ ഏട്ടൻ വരുന്നു. കുറച്ച് അകലെ നിന്നും കുറച്ച് പാക്കേഴ്സും വാട്ടർ ബോട്ടിലുമായി വരുന്ന അജുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൂജ പറഞ്ഞതും അനുവിന്റെ നോട്ടവും അജുവിലേക്കെത്തി. അജുവേട്ടൻ അജുവേട്ടൻ അഭിയെ അന്വേഷിച്ചാൽ എന്തു പറയും? അനുവിൽ വെപ്രാളം കൂടി. ഹർഷേട്ടനെ കണ്ടപ്പോൾ പോയെന്ന് പറയണം. തെല്ലും കൂസലില്ലായ്മയോടെ പൂജ പറഞ്ഞതും ദേഷ്യത്തോടെ അനു നോക്കിപ്പോയി അവളെ. ഇപ്പോഴും പൂജയ്ക്ക് സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ അവൾ ആ ഭാഗം ചിന്തിക്കുന്നില്ല എന്ന് വേണം പറയാൻ. എല്ലാം പോസിറ്റീവായി എടുക്കുന്ന ചിന്താഗതിയുള്ളവളാണ് പൂജ. അഭി പോയതും അങ്ങനെ തന്നെയാണ് അവൾ എടുത്തിരിക്കുന്നത്. ആ, ദാ പിടിക്ക്. ഇനി പോപ്കോൺ കിട്ടാഞ്ഞിട്ട് എൻ്റെ അനിയത്തിക്ക് ഇരിപ്പുറക്കേണ്ട. പൂജയുടെയും അനുവിൻ്റെയും ഭാഗത്ത് അജു എത്തിയതും പാക്കറ്റ്സ് പൂജയ്ക്ക് നീട്ടിക്കൊണ്ട് അജു പറഞ്ഞു. താങ്ക്സ് ഏട്ടാ. അവൾ സന്തോഷത്തോടെ അവൻ്റെ കയ്യിൽ നിന്നും പാക്കറ്റ്സ് ഒക്കെ വാങ്ങിച്ചു താഴെ എടുത്തു വെച്ചു. നിങ്ങൾക്ക് വേണ്ടേ? പറഞ്ഞുകൊണ്ട് അനുവിൻ്റെ വശത്തേക്ക് തിരിഞ്ഞതും അഭിയെ അനുവിൻ്റെ തൊട്ടരികിൽ കാണാതെയായതും അജു സംശയത്തോടെ അനുവിനെ നോക്കി. അഭി എവിടെ? ഭയത്തോടെ തന്നെ നോക്കുന്നവളോട് അജു ഉറക്കെ ചോദിച്ചതും അനു ഞെട്ടിപ്പോയിരുന്നു. അവള് ഹർഷേട്ടനെ കണ്ട് അവിടെ പോയിട്ടുണ്ട്. കൂസലില്ലായ്മയോടെ പറഞ്ഞുകൊണ്ട് കവറിൽ നിന്നും പോപ്കോൺ വായിലിട്ട് പൂജ മറുപടി പറഞ്ഞതും തീക്ഷ്ണമായ നോട്ടമായിരുന്നു അജുവിൻ്റെ ഭാഗത്തു നിന്നും പൂജയ്ക്ക് കിട്ടിയത്. ഏട്ടൻ എന്തിനാ എന്നെ പേടിപ്പിക്കുന്നത്? അവൾ ഹർഷേട്ടനെ കണ്ടു പോയതല്ലേ? അജുവിൻ്റെ നോട്ടം പൂജയ്ക്ക് തീരെ പിടിച്ചില്ല. അനു, പോകുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഇവിടുന്ന് മൂന്നാളും അനങ്ങിപ്പോകരുത് എന്നല്ലേ? നീ എന്തിനാ അവളെ പോകാൻ അനുവദിച്ചത്? ദേഷ്യത്തോടെയും ഭയത്തോടെയും അജു ഉറക്കെ ചോദിച്ചതും അനു കരഞ്ഞുപോയിരുന്നു. എൻ്റെ ഏട്ടാ, അനുവല്ല, ഞാനാ അഭിയോട് പോകാൻ പറഞ്ഞത്. വീണ്ടും പോപ്കോൺ വായിലിട്ടുകൊണ്ട് പറഞ്ഞതും അജുവിൻ്റെ കയ്യിൽ നിന്നും കരണം നോക്കി പൂജയ്ക്ക് ഒന്നുകൊണ്ടതും ഒരുമിച്ചായിരുന്നു. എന്നാൽ ഏട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കാതെ അടികൊണ്ടതും പൂജയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു തുളുമ്പി. എഴുന്നേൽക്ക് രണ്ടാളും. അജു അലറിയതും രണ്ടാളും പെടുന്നനെ നിലത്തുനിന്നും എഴുന്നേറ്റ് നിന്നു. ഇപ്പോൾ പൂജയുടെ മുഖത്ത് ഭയം നിഴലിച്ചിട്ടുണ്ട്. അത് പക്ഷേ അഭിയെ കാണാത്തതിലല്ല, ഏട്ടന്റെ ദേഷ്യം കാണുന്നത് കൊണ്ടാണ്. അത്രയും ഗൗരവമായ കാര്യത്തിന് മാത്രമേ ഏട്ടൻ ദേഷ്യപ്പെടുമെന്ന് അവൾക്കറിയാം. അഭി ഏത് വശത്തേക്കാ പോയത്? അജു ചോദിച്ചതും അഭി പോയ വശത്തേക്ക് അനു ചൂണ്ടിക്കാണിച്ചു. വാ. അജു രണ്ടാളോടും വരാൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും പൂജയുടെ കൈയും പിടിച്ച് അനു അവന്റെ പിറകെ നടന്നു. തിങ്ങി നിറഞ്ഞിരിക്കുന്നവളുടെ ഇടയിൽ കൂടി മൂന്നാളും അഭി പോയ വശത്തേക്കെത്തി. എന്നാൽ അവിടെയൊന്നും അഭിയെ കണ്ടില്ല. തിങ്ങി നിറഞ്ഞു നിൽക്കുന്നവരെ മാറ്റിക്കൊണ്ട് അജു അനുവിനെയും പൂജയെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തിരക്കിലൂടെ മുന്നോട്ട് നടന്നു. എന്നാൽ മുന്നോട്ടേക്ക് നടക്കുമ്പോഴാണ് അനുവിനും പൂജയ്ക്കും ഇവിടെയുള്ള തിരക്ക് മനസ്സിലാകുന്നത്. ഈ കൂട്ടത്തിൽ വെച്ച് എവിടെ അഭിയെ കണ്ടെത്താൻ? പൂജയ്ക്കും ഇപ്പോൾ ഭയം തോന്നാൻ തുടങ്ങി. അഭി ഹർഷേട്ടനെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കൂട്ടത്തിൽ വെച്ച് അവൾ എങ്ങനെ ഹർഷേട്ടനെ കണ്ടെത്താനാണ്? പൂജയിലും ചോദ്യങ്ങൾ ഉദിച്ചു. അതിനെന്നോണം അനുവിൻ്റെ കൈകൾ പൂജ അമർത്തിപ്പിടിച്ചു. ഒപ്പം അഭിയെ പോകാൻ അനുവദിച്ചതിൽ സ്വയം കുറ്റബോധം തോന്നുകയും ചെയ്തു. ഏട്ടാ. അഭി ആൾക്കൂട്ടത്തിൽ നിന്ന് കുറച്ചു മുന്നോട്ടെത്തിയതും അജുവിൻ്റെ കൈകളിലേക്ക് പൂജ പിടുത്തമിട്ട് കണ്ണീരോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞതല്ലേ മൂന്നാളും ഒരുമിച്ച് നിൽക്കണമെന്ന്. വാ, നമുക്ക് നോക്കാം. ഇപ്പോൾ അവൻ്റെ ശബ്ദത്തിൽ ഗൗരവത്തിലുപരി ഭയമാണ് കൂടി വരുന്നത്. അതേ ഭയം തന്നെ പൂജയിലും അനുവിലും കൂടി വന്നു. അവർ മുന്നോട്ടേക്ക് നടന്നു. എവിടെയും അഭിയുടെയും ഹർഷന്റെയും രൂപം പോലും കാണാൻ സാധിച്ചില്ല മൂവർക്കും. അതേസമയം തന്നെ സ്റ്റേജിൽ നാടകം അരങ്ങേറാനും തുടങ്ങി.
അമ്പല പരിസരം മുഴുവൻ നാടകത്തിലെ ഡയലോഗ്സിന്റെ മുഴക്കത്തിലായി. നിശബ്ദത പൂണ്ടു നിന്ന സമയം എല്ലാവരുടെയും കണ്ണുകൾ സ്റ്റേജിലേക്ക് മാത്രമായി. ഏട്ടാ, ദേ ഹർഷേട്ടൻ. ക്ഷേത്ര കവാടവും കഴിഞ്ഞു വരുന്നവനെ പൂജ ചൂണ്ടിക്കാണിച്ചതും അജുവും അനുവും ആ ഭാഗത്തേക്ക് നോക്കി. ഹർഷനാണെന്ന് മനസ്സിലായതും അജു രണ്ടുപേരുടെയും കൈകൾ പിടിച്ച് അവന്റെ അടുത്തേക്ക് ഓടി. ഹർഷനെ കണ്ടപ്പോഴേ അതുവരെ തോന്നിയ ഭയത്തിന് നേരിയ ശമനമുണ്ടായി മൂവരിലും. എന്നാൽ ഹർഷന്റെ അടുത്തേക്ക് എത്തുന്തോറും പോയ ഭയം മൂവരിലും കടന്നു വരാൻ തുടങ്ങി. അവൻ തനിച്ചാണ്. എങ്ങും നോക്കാതെയുള്ള അവന്റെ നടപ്പ്, മുഖത്ത് നിസ്സംഗഭാവം. ആരെയും അവൻ ശ്രദ്ധിക്കുന്നില്ല. ഹർഷൻ തനിച്ചാണ്.